ഒരു ബിസിനസ്സിന് വളരാൻ എന്താണ് വേണ്ടത്? ഇപ്പം നോർമലി നമ്മൾ പറയും ഒരു പരസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നിടത്ത് നിന്ന് പരസ്യമാണ് ഒരു ബിസിനസ്സിന് വളരാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു സിനാറിയോ എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഈ പോസ്റ്റർ ഒട്ടിച്ച് പരസ്യം ചെയ്യുന്നത് തൊട്ട് പിന്നെ റേഡിയോ വന്നപ്പോൾ റേഡിയോയിലൂടെ ആയി പരസ്യം, പിന്നെ TV വന്നപ്പോൾ കുറച്ചും കൂടി അപ്പീലിംഗ് ആയിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് കണ്ട് ഒരുമിച്ചിരുന്ന് ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ആയി മാറി. അത് ആൾക്കാർക്ക് കണ്ടിട്ടാണെങ്കിലും പെട്ടെന്ന് ഓരോ ബ്രാൻഡുകൾ ഇപ്പോൾ അതിലൂടെ വരുന്ന പരസ്യങ്ങളാണെങ്കിലും ആളുകൾ എന്നും ഓർത്തിരിക്കുന്ന രീതിയിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു എവല്യൂഷൻ ഓഫ് പരസ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റർ തൊട്ട് ഈ ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ്സ് വരെയാണ്. കൺവെൻഷണൽ മാർക്കറ്റിംഗ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലോട്ടേക്ക് വന്നപ്പോൾ ഉള്ള ഒരു ചേഞ്ച് ഭയങ്കര ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ TV സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഗൂഗിൾ മൊബൈൽ ഫോണിലാണ്. നമ്മൾ അന്ന് TV കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ മൊബൈലിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരു എന്താ പറയുക ഒരു സീരീസ് ഓഫ് ചേഞ്ച് ഈ അഡ്വർടൈസ്മെന്റ്സിന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ TV കണ്ടിരുന്ന അഡ്വർടൈസ്മെന്റ് നമുക്കറിയാം. പഴയ അഡ്വർടൈസ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ കുറേ അഡ്വർടൈസ്മെന്റ്സുകളാണ് കൂടുതൽ. അത് ഓർത്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ നമുക്കത് ഫണ്ണായിട്ട് നമ്മൾ കുറെ ആലോചിക്കുമ്പോൾ അയ്യോ അതായിരുന്നു അന്നത്തെ ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ്. ഇന്ന് നമ്മൾ ഇന്നത്തെ ജനറേഷൻ അങ്ങനത്തെ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ അയ്യേ എന്നുള്ളൊരു തോട്ടായിരിക്കും. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, ചില പരസ്യങ്ങൾ പണ്ടത്തെ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഈ പറഞ്ഞ പോലെ നൊസ്റ്റാൾജിയ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പരസ്യങ്ങളുണ്ട്. ഇപ്പോഴും നമ്മളുടെ മുമ്പിൽ ആരെങ്കിലും വന്നൊരു ബൂസ്റ്റ് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ആദ്യം പോകുന്നത് എന്താ, നമ്മൾ നോർമലി വെറുതെ നമ്മുടെ ഫ്രണ്ടിലുള്ള ആളുടെ പറയും ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് ആർ എനർജി. മാഗി കാണുവാണെങ്കിൽ അങ്ങനെ 2 മിനിറ്റ് വല്ലതും നടക്കുന്ന കാര്യമാണോ 2 മിനിറ്റുള്ളത്. പക്ഷെ അത് അവർ അന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അതേപോലെ തന്നെ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ അന്നത്തെ പണ്ടത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് an idea can change your life. ഇപ്പോഴും ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളപ്പം പറയുന്നത് യുറേക്ക എന്ന് പറയുന്ന പോലെ പറയുന്ന ഒരു സാധനം. അതുപോലെ BGMs പണ്ടത്തെ ഇപ്പൊ എയർടെലിന്റെ ഒരു BGM ഉണ്ടായിരുന്നു, എ റഹ്മാൻ കമ്പോസ് ചെയ്ത BGM ഉണ്ടായിരുന്നു. അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അതുപോലെ ഹർ ഏക് ഫ്രണ്ട് ജറൂറി ഹോത്താ ഹൈ എന്ന് പറഞ്ഞിട്ട് പറയുന്ന രീതി. പിന്നെ അന്നത്തെ എനിക്ക് തോന്നിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അന്ന് പരസ്യങ്ങൾ ആക്ച്വലി ഒരു ടൈം വരെ എത്രത്തോളം ആളുകൾ അക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നറിയില്ല. പക്ഷെ ഒരു കോമിക് അല്ലെങ്കിൽ ഒരു ഹ്യൂമർ പരസ്യങ്ങളിൽ ആഡ് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ആ ഒരു 2000 കാലഘട്ടങ്ങളിൽ നിന്നായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ കുറച്ചും കൂടി ഹ്യൂമറും കൂടി ഒരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് മാക്സിമം ഹ്യൂമറും കൂടി മിക്സ് ചെയ്യാനുള്ള ഒരു തോട്ട് വന്നിട്ട് ആൾക്കാർക്ക് ഒന്ന് റിലേറ്റബിൾ ആയിട്ടുള്ള കോണ്ടന്റ് ആയിരിക്കും. ചിലത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫണ്ണി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. നമ്മുടെ ഈ സെന്റർ ഫ്രഷിന്റെ ആക്ച്വലി. അപ്പോൾ സെന്റർ ഫ്രഷ് മാത്രമല്ല അതുപോലെ തന്നെ മെന്റോസിന്റെ ഒരു ആഡ് ഉണ്ട്, സഗമപ്പ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു സാധനമൊക്കെ എന്ന് പറയുന്നത് ആളുകൾക്ക് പെട്ടെന്ന് ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജനറേഷനിലുള്ള ആളുകൾ ഇന്നും ഓർത്തിരിക്കുന്ന കുറെ പരസ്യങ്ങളിലൊന്നാണ് ഈ മെന്റോസിന്റെ പരസ്യം. അതുപോലെ തന്നെ ഓർബിറ്റിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നത്, ഡോക്ടർ ഒരു പശുവിനെ കൊണ്ട്. അയ്യോ ഇന്നത് ആലോചിക്കുമ്പോൾ ക്ലീശ ആയിട്ട് തോന്നും. പക്ഷെ എന്നാലും നമുക്കിപ്പോഴും എന്താ പറയാ അന്ന് അവർ ആ ക്രിയേറ്റ് ചെയ്ത വെച്ചിട്ടൊരു ഇമ്പാക്ട് ഉണ്ട്. അതാ ഇപ്പോഴും അതേ ആ രീതിയിൽ തന്നെ. പിന്നെ പഴയ പരസ്യങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത പരസ്യങ്ങളാണ്. ഒന്ന് വോഡാഫോൺ സൂസുടെ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവിടുന്ന് തോന്നുന്നു ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അഡ്വർടൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം. ക്രിയേറ്റിവിറ്റി ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു ആ ആഡ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ആഡിന്റെ ഡയറക്ടർ ഒരു മലയാളി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ആളുടെ ഒരു ക്രിയേറ്റിവിറ്റിയും ഐഡിയ എന്ന് പറയുന്നത്, കാരണം ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ ഇതൊരു ആനിമേറ്റഡ് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മനസ്സിലാക്കുന്നത് അത് ആനിമേഷൻ അല്ല. അതായത് അതിനകത്ത് റിയൽ ക്യാരക്ടേഴ്സ് ആണെന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു തോട്ടൊക്കെ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ്. കാരണം അതുകൊണ്ട് തന്നെ വോഡാഫോണിന് നല്ല രീതിക്കുള്ള ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ആളുകളും വോഡാഫോൺ സൂസു അതുപോലെ ഹച്ച് പണ്ട് വോഡാഫോണിന്റെ തന്നെ പണ്ട് ഹച്ച് ആയിരുന്ന സമയത്ത് ആ പട്ടി ഇന്നും ഫേമസ് ആയിരിക്കുന്നത് ഹച്ചിലെ പട്ടി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ്സിന് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ആളുകളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പോൾ കറന്റ് ഇപ്പോൾ പറയുകയാണെങ്കിൽ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അതും ഒരു സോർട്ട് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ മോഡേൺ ഡേ അഡ്വർടൈസ്മെന്റ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവരും ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റ്സ് തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഒരു ബ്രാൻഡിന് ആക്ച്വലി പരസ്യവും ഇമ്പോർട്ടൻ്റ് ആണെന്നിടത്ത് നിന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പരസ്യമാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ്. കാരണം ജോജി പറഞ്ഞ പോലെ പരസ്യം പണ്ടെന്ന് വെച്ചാൽ ബിസിനസ് എങ്ങനെ വേണമെങ്കിലും മുമ്പോട്ട് പോകും, അതിന് ഒരു പോയിന്റിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരുന്നു അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന്
ഏത് ബിസിനസ് എടുത്തോ അത് നമുക്ക് അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് പുഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള അവസ്ഥയായി മാറിയിട്ടുണ്ട്. കാരണം ഒരുപാട് മീഡിയംസ് വന്നു, പല രീതിയിലുള്ള മാർക്കറ്റിംഗ് മെത്തേഡ്സ് വന്നു. സോ എന്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആൾക്കാരിലേക്ക് അത് എത്തിക്കാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ സെയിൽസ് ക്രിയേറ്റ് ചെയ്ത് വളരെ ഈസി ആയിട്ട് സെയിൽസ് ക്രിയേറ്റ് ചെയ്ത് എന്ത് ബിസിനസ് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പം സത്യം പറഞ്ഞാൽ വന്ന് നിൽക്കുന്നത്. അതിപ്പോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പഴയ ചില ഇപ്പം പഴയ സോങ്സ് നമുക്ക് കേൾക്കുമ്പോൾ ഈ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന പോലെ തന്നെ ചില പരസ്യത്തിലെ പാട്ടുകളുണ്ട്. ഇപ്പോ വാഷിംഗ് പൗഡർ നിർമ്മ, അതായത് അവരതിലൂടെ ഒരു മ്യൂസിക്, അതൊരു മ്യൂസിക് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സോങ്, ജിംഗിൾസ് പോലത്തെ ആ ഒരു സംഭവം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഓർമ്മയിൽ വെക്കും. അതുപോലെ തന്നെ വേറെ ഇപ്പൊ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ അവിടെ വാഷിംഗ് പൗഡർ നിർമ്മയാണെങ്കിൽ ഇവിടെ വന്നല്ലോ വനമാല. അപ്പൊ ആ രീതിയിലും പരസ്യങ്ങൾ, അതായത് ഇന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലൈക് മെമ്മറീസ്, അതായത് നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക് വരെ എത്തിക്കുന്നത് ചില സമയത്ത് ഈ പരസ്യങ്ങളാണ്. ശരിയാണ്, അത് ഭയങ്കര മൊമെന്റ് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ പണ്ട് പക്ഷെ കൊമേഴ്ഷ്യൽ ആഡ്സ് ഇപ്പം നമ്മളുടെ TV പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് ചിലപ്പോൾ ഇരുന്ന് കാണുന്നതായിരിക്കും. നമ്മളുടെ ടൈം മൊത്തം ചിലപ്പോൾ നമ്മൾ അവിടെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം എല്ലാവരും കൂടി ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമ കാണുന്ന പോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് പരസ്യങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പം ചില സിനിമാസ് നമ്മളുടെ മൈൻഡിൽ നിൽക്കുന്നത് പോലെ ഈ പരസ്യങ്ങളിലെ ക്യാരക്ടേഴ്സും ടാഗ് ലൈൻസും ഈ ജിംഗിൾസും ഒക്കെ നമ്മുടെ മൈൻഡിൽ ഭയങ്കരമായിട്ട് നിൽക്കും. പക്ഷെ പിന്നെ എനിക്ക് ഫീൽ ചെയ്ത് ഇപ്പൊ നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭയങ്കര ഇപ്പൊ എന്റെ അടുത്ത് പെട്ടെന്നൊരു പരസ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിലുള്ള ഇപ്പൊ ഒന്നൊരു പെട്ടെന്നുള്ള ഒരു പരസ്യം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കാണുന്നവർക്കാണെങ്കിലും പെട്ടെന്നൊരു പരസ്യം പറയുന്ന ഓർമ്മയില്ല. എന്നാൽ പെട്ടെന്നൊരു പഴയ പരസ്യം പറയുമ്പോൾ ചിലപ്പോൾ കുറെ പറയാനുണ്ടാവും. ഈ പറഞ്ഞ പോലെ മെന്റോസ്, മാഗി, ബൂസ്റ്റ് പലതും പറയും. റിട്ടേൺസ് കിട്ടാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും ഇന്ന് ഇന്റർനെറ്റിലാണ്. ഇപ്പോഴത്തെ ഒരു മോഡേൺ സിനാറിയോ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു സിനാറിയോയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ